താണ്ഡവ നർത്തനമാടുന്ന മഹാദേവൻ്റെ ഉടുക്ക് ശബ്ദിച്ചപ്പോൾ ഉടുക്കിൽ നിന്ന് 14 ശബ്ദങ്ങളുണ്ടായി. അയ്യുണ്, ഋലുക്ക്, ഏയോം, അയ്യൗച്ച്, ഹയവരട്ട്, ഞണ്, ഞമങ്ങണനമ്, ജപഞ്ഞ്, ഗടദശ്, ജപഗടദശ്, ഖാഫ ഛാഠ ഥ ചടതവ്, കപയ്, ശഷസര്, ഹല്. ഈ മഹേശ്വര സൂത്രത്തെക്കുറിച്ച് വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട് ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായിട്ടുള്ള അംബാ കുൽക്കർണി. ഇതിൽ ഒരു വലിയ സംശയം വരുന്നത് സാർ, നമ്മൾ ഈ ഓരോ യുഗം കഴിയുമ്പോഴൊരു പ്രളയം ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ട് അടുത്ത അങ്ങനെയല്ലേ സാധാരണ. അപ്പോൾ നമ്മുടെ ഈ ത്രേതായുഗം, അതുപോലെ തന്നെ ദ്വാപരയുഗം, കലിയുഗത്തെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. പക്ഷേ കൃതയുഗത്തെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അപ്പോൾ കൃതയുഗത്തിൽ കേട്ടിട്ടുള്ളത് അവിടെ യഥാർത്ഥത്തിൽ നരനാരായണ സങ്കല്പമാണെന്നും മനുഷ്യനും ദൈവവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ലായിരുന്നു എന്നും നന്മ മാത്രമാണ് നിറഞ്ഞു നിന്നിരുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ. നമ ശിവായ. ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഒരു നിമി നവയോഗി സംവാദമുണ്ട്. ആ നിമി നവയോഗി സംവാദത്തിൽ നിമി ചക്രവർത്തി ഇങ്ങനെ തൻ്റെ സംശയങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഓരോ യോഗീശ്വരന്മാരാണ് മറുപടി പറയുന്നത്. ഓരോ യോഗീശ്വരൻ: കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. അപ്പോൾ ഈ കരഭാജനൻ എന്ന യോഗീശ്വരൻ മറുപടി പറയുന്നുണ്ട് ഈ യുഗങ്ങൾ മാറുന്നതനുസരിച്ചുള്ള എങ്ങനെയാണ്. അപ്പോൾ അവിടെ ആദ്യം തന്നെ കൃതയുഗത്തെക്കുറിച്ച് പറയും. അപ്പോൾ കൃതയുഗത്തിൽ പ്രാർത്ഥനകളേ ഇല്ല. കാരണം എല്ലാവരും കൃതരാണ്, കൃതകൃത്യരാണ്. അപ്പോൾ കൃതകൃത്യന്മാരുടെയും കൃതാർത്ഥന്മാരുടെയും യുഗമാണ് കൃതയുഗം. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇപ്പം അങ്ങനെയാണല്ലോ. നമ്മുടെയൊക്കെ ദൗർഭാഗ്യവശാൽ നമ്മുടെ എല്ലാവരുടെയും ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മുടെ കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല യഥാർത്ഥ ഭക്തി. ഇപ്പോൾ ഭക്തിയുടെ പല തലങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് അത് മാത്രം ഒരു ദിവസം മുഴുവൻ പറയാനാണ്. അതല്ലേ ഭക്തിയെക്കുറിച്ച്. അപ്പോൾ പറയുന്നുണ്ട് പ്രാർത്ഥന ഡിമാൻഡിങ് മാത്രമായി പോകുന്നു പറയുന്നൊരു ഇത് പറയുന്നുണ്ട്. അതൊരിക്കലും അങ്ങനെയല്ല ആവേണ്ടത്. അത് ശരിക്കുള്ള ഒരു ഭക്തി എന്ന് പറയുന്നത് നമ്മളൊന്നും ആവശ്യപ്പെടാത്ത ഭക്തിയാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേയത്യംഘ്രിരേണുഭി ഭാഗവതത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഒന്നും ആഗ്രഹിക്കാത്ത മൗനിയായ ശാന്തനായ ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ അവൻ്റെ പിറകെ പോകും. കാരണം അവൻ എൻ്റെ പിറകെ അത് തരണേ ഇത് തരണേ എന്നിട്ട് വരില്ല. അതുകൊണ്ട് ഭഗവാൻ പറയാണ് ഉദ്ധവനോട്, ആ ഭക്തൻ്റെ പിറകെ ഞാൻ പോകും. കാരണം അവൻ്റെ കാലിലെ പൊടി ഏറ്റിട്ട് വേണം എനിക്ക് ശുദ്ധനാവാൻ. പൂയയെ ത്യംഘ്രിരേണുഭി, അതാണ് യഥാർത്ഥ ഭക്തി. അതാണ് ആ ഒരു ഭക്തിയാണ് നമ്മൾ കൃതയുഗത്തിൽ കാണുക. കൃതയുഗത്തിൽ ഒരു ഡിമാൻഡും ഇല്ല. ബ്രഹ്മചാരി രൂപത്തിലുള്ള ഭഗവാൻ, ആ ബ്രഹ്മചാരി രൂപത്തിലുള്ള ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിക്കുന്നു. അപ്പോൾ തപസ് മാത്രമേ ഉള്ളൂ കൃതയുഗത്തിൽ. അല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന പൂജകൾ, യാഗങ്ങൾ ഒന്നുമില്ല. അതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പോൾ കൃതയുഗത്തിൽ വെറും തപസ്, ത്രേതായുഗത്തിൽ യജ്ഞം, യാഗാദികൾ, ദ്വാപരയുഗത്തിൽ വൈദിക താന്ത്രിക പൂജകൾ, കലിയുഗത്തിൽ നാമസങ്കീർത്തനം. ഇതാണ് ഓരോ യുഗത്തിൻ്റെയും ആചാര അല്ലെങ്കിൽ ആരാധനാ സമ്പ്രദായം. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴും യാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നാമസങ്കീർത്തനം മാത്രം മതി. മറ്റൊക്കെ അധികസ്യ അധികം ഫലം എന്ന് പറയും നമ്മൾ. അങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ഫലം കിട്ടുന്നു മാത്രമേ ഉള്ളൂ. അത് അനിവാര്യമല്ല. ഈ ഭക്തിയുടെ 9 തലങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലും ഈ സങ്കീർത്തനം വരുന്നുണ്ട്. സങ്കീർത്തനത്തിലൂടെ സ്മരണം, അതുപോലെ തന്നെ പൂജനം, ഇങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 സോപാനങ്ങൾ. അപ്പോൾ കേൾക്കുക, ധാരാളമായിട്ട് ഇങ്ങനെ കഥകളൊക്കെ കേൾക്കുക,
സങ്കീർത്തനങ്ങളൊക്കെ കേൾക്കുക, ശ്രവണം മതി. അതെ. കാരണം ആ ശ്രവണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ സംസ്കാരം ഉണ്ടാവുമല്ലോ. അതെ അതെ. പിന്നെ നാവ് എന്തിനുള്ളതാ? നാമം ജപിക്കാനുള്ളതാണ്. അതാണ് നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതെ അതെ അതല്ലേ? അതെ. അപ്പോൾ ഈ കൃതയുഗത്തിൽ ജീവിച്ചിരുന്ന ആരെങ്കിലും കുറിച്ച് നമുക്ക് റെഫറൻസുകളുണ്ടോ സാർ? അങ്ങനെ ഇല്ല. നമ്മൾ തന്നെ അന്നുണ്ടായിരുന്നു അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പരിശുദ്ധരായിട്ട് ആൾക്കാരായിട്ട് നമ്മൾ നിലനിന്നിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചാക്രികമാണ്. ഉണ്ട്. ഇപ്പോൾ കലിയുഗം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കൃതയുഗം ആരംഭിക്കുന്നത് ഏത് സന്ദർഭത്തിലാണെന്നും പിന്നെ അതൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇത് 13ാമത്തെ മനുവിൻ്റെ അല്ലേ? വൈവസ്വത മനുവിൻ്റെ കാലമാണോ ഇപ്പോഴേ? അങ്ങനെ കേട്ടിട്ട്. അതെ അതെ അതെ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഒരു മനുവിൻ്റെ കാലം കൊണ്ട് കഴിഞ്ഞതിന് ശേഷമാണ്? അല്ല. ഇപ്പോൾ സ്വയംഭൂ മനു, പിന്നെ വൈവസ്വത മനു. ഇനിയും ഈ വൈവസ്വത മനു കഴിഞ്ഞാൽ ഇനി സാവർണി മനു. ആ സാവർണി മനു തന്നെ കുറേ ഉണ്ട്. ഒരുപാട് മന്വന്തരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. 2 മന്വന്തരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ മന്വന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ വായിച്ച് 13ാമത്തെ മന്വന്തരമാണെന്ന്. അത് എങ്ങനെയാണെന്നുള്ളൊരു അങ്ങനെയാണെങ്കിൽ പിന്നെ ശുദ്ധ സാവർണി, ദൈവ സാവർണി, രുദ്ര സാവർണി, ദക്ഷ സാവർണി, കുറേ സാവർണി ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയും, നമ്മുടെ മഹാബലിയുടെ കഥ പറയുമ്പോൾ പറയും അടുത്ത സാവർണി മന്വന്തരത്തിൽ അങ്ങാണ് ഇന്ദ്രൻ, അങ്ങേ ഞാൻ ഇന്ദ്രപദത്തിലേക്ക് അവരോധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അശ്വത്ഥാമാവാണ് അടുത്ത വ്യാസരെന്നും അങ്ങനെയും കേൾക്കുന്നുണ്ട്. അശ്വത്ഥാമ സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ സാർ, ഈ ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളിപ്പം ചരിത്രം പഠിക്കുമ്പോൾ വളരെ വികലമായിട്ടാണ് ചരിത്രം നമ്മളെ ഇതാക്കുന്നത്. അപ്പോൾ യൂറോപ്യൻസ് വന്നിട്ടാണ് നമുക്ക് സംസ്കാരം ഉണ്ടായതും ഒക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ വെറും 400 വർഷം മാത്രം പ്രായമായതാണ് ഇംഗ്ലീഷ് ഭാഷ. അപ്പം ഞാൻ ഈ തർക്കിക്കുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോൾ എന്തായാലും ഏറ്റവും കുറഞ്ഞ ഒരു കണക്കിൽ തന്നെ 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഗീത എഴുതപ്പെട്ടത് അല്ലെങ്കിൽ മഹാഭാരതം എഴുതപ്പെട്ടതെന്ന് പറഞ്ഞു. അത് ശുദ്ധമായ സംസ്കൃതത്തിലാണ്. അപ്പോൾ അതിന് മുമ്പുള്ള യുഗത്തിലായിരുന്നു രാമായണം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ആളുകൾ സ്വർണം കൊണ്ടുള്ള കിരീടവും ഇതെല്ലാം ധരിച്ചിരിക്കുമ്പോൾ മെറ്റലർജിയിൽ അവർ അത്ര എക്സ്പെർട്ട് ആയിരുന്നു. ഇത്രയും മികച്ചൊരു ഭാഷ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ സംസ്കൃതം തന്നെയാണോ സാർ ലോകത്തിലെ ആദ്യ ഭാഷ എന്ന് പറയുന്നത്? അതെ, നമ്മൾ വൈദിക സംസ്കൃതത്തിൽ തന്നെ വൈദിക സംസ്കൃതം ഉണ്ട്. അതാണ് വേദഭാഷ. പിന്നീട് വന്നതാണ് ലൗകിക സംസ്കൃതം. സംസ്കൃതം തന്നെ രണ്ടാണ്, വൈദിക സംസ്കൃതവും ലൗകിക സംസ്കൃതവും. അവിടെ ഇപ്പോൾ വേദം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കൊന്നും വേദം വായിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പോൾ സംസ്കൃതം അറിയാം, സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. സംസ്കൃത പ്രിൻസിപ്പലായ സാറിന് വേദം വായിച്ചിട്ട് മനസ്സിലാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഭാഷ വേറെയാണ്. അത് വൈദിക സംസ്കൃതമാണ്. പല ആൾക്കാരും ഓരോന്ന് പറയുന്നത് കേട്ടാലും വേദം മനസ്സിലാവുന്നില്ല. വൈദിക സംസ്കൃതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ലൗകിക സംസ്കൃതത്തിന് മുൻപുള്ള സംസ്കൃതമാണ്. അപ്പം അത് മനസ്സിലാക്കണം. അതിൻ്റെ പിന്നെ പദങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനാണ് നമുക്ക് അതിൻ്റെ ഡിക്ഷണറി വേറെയാണ്. അതിന് നിരുക്തം എന്നാണ് പേര്. അത് യാസ്കൻ്റെ നിരുക്തം, അങ്ങനെ പല പല നിരുക്തങ്ങളുണ്ട്. ഈ നിരുക്തം എന്ന് പറയുന്നത് വേദിക് ഡിക്ഷണറിയാണ്. അതല്ലേ? ഇപ്പം ലൗകിക ശബ്ദങ്ങളുടെ ലൗകിക സംസ്കൃതത്തിലെ പദങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശബ്ദകോശം നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഷഡംഗങ്ങൾ എന്ന് പറഞ്ഞതല്ലേ സാർ? അതിൽ ശിക്ഷാകല്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്. അപ്പോൾ അതിൽ ഈ പറയുന്ന നിരുക്തം അത് വൈദിക സംസ്കൃതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെയാണോ ദേവഭാഷ എന്ന് പറയുന്നത്? വേദഭാഷ. വേദഭാഷയാണ്. ദേവഭാഷ എന്ന് പറയുന്നത് നമ്മൾ പിന്നെ സംസ്കൃതത്തെ നമ്മൾ ദേവഭാഷ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന് തന്നെ രണ്ടർത്ഥമാണ്. ദേവന്മാരുടെ ഭാഷ എന്നുള്ള അർത്ഥമുണ്ട്, ദിവ്യതി, കൂടുതൽ പ്രകാശിക്കുന്ന ഭാഷ. അതല്ലേ? കാരണം കൂടുതൽ പ്രകാശിക്കുന്നതാണ്. കാരണം എല്ലാ ഭാഷകളിലും സ്വാധീനമുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം. അതാണ് സംസ്കൃതത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദേവഭാഷ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്. പ്രകാശിക്കുന്ന ഭാഷയുമാണ്, ദേവന്മാരുടെ ഭാഷയുമാണ്. അപ്പോൾ ശബ്ദത്തിൽ നിന്ന്, അപ്പോൾ ശബ്ദം ഒരു ഊർജ്ജമാണ്. അപ്പം പറയുന്നുണ്ട് നമ്മുടെ പൂഞ്ഞാർ മിത്രൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ശബ്ദത്തിൻ്റെ ഒരു ഓപ്റ്റിമം ഇതിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് മാറ്റർ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വസ്തു എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ഒരു ശബ്ദം, ആ ശബ്ദം എവിടെ നിന്നുണ്ടായി എന്ന് വെച്ചാൽ സങ്കല്പത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ഈശ്വരൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ച ബോധത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു സങ്കല്പം, ആ സങ്കല്പം ശബ്ദമായിട്ട് പുറത്തു വന്നപ്പോൾ ആ സാധനം സാക്ഷാത്കരിച്ചു എന്നുള്ള തിയറി പറയുകയാണെങ്കിൽ അപ്പോൾ എല്ലാ പദങ്ങൾക്കും തുല്യമായിട്ടുള്ള ഒരു സംസ്കൃത പദം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഈ വാക്കുകളും പദാർത്ഥങ്ങളും ഉണ്ടായതെന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. അതുകൊണ്ട് തന്നെ പറയാ ശബ്ദബ്രഹ്മം. അതെ 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 അതെ. ആ സങ്കല്പം തന്നെ അതാണ്, ശബ്ദബ്രഹ്മം എന്നാണ് സങ്കല്പം. അപ്പൊ അതിന് തുല്യമായ ഭാഷ സംസ്കൃതം മാത്രമല്ലേ പറയാൻ? അത്രേ ഉള്ളൂ. പിന്നെ ഈ സംസ്കൃതത്തിനും മുൻപ് ഇവിടെ ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്നൊരു വാദമുണ്ട്. ചട്ടമ്പി സ്വാമികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദിഭാഷ. അത് നമുക്ക് നമ്മുടെ മുന്നിൽ തെളിവ് എന്ന് പറയുന്നത് വേദമാണ്. ഞാൻ അതിലേക്കാണ് സാറിനോട് ചോദിച്ചു വന്നത്. കാരണം അദ്ദേഹത്തിന്റെ അതെ പക്ഷേ മുത്തമിഴ് എന്ന് പറയുന്ന ഭാഷയായിരുന്നു എന്നുള്ളത് കേട്ടു. നമുക്ക് തെളിവ് വേദം തന്നെയാണ്. കാരണം നമ്മുടെ ഇന്നിപ്പോൾ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്ന വേദമാണ്. ആ വേദത്തിൻ്റെ ഭാഷ സംസ്കൃതമാണ്, തമിഴല്ല. അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ ആ സംസ്കൃതത്തിൽ നിന്നാണ് അതല്ലേ. അപ്പോൾ ആ അപൗരുഷേയം വാക്യം വേദ, സംശയമില്ല. പക്ഷെ എന്നാലും അത് പിന്നീട് വന്നല്ലോ. ഇത് ശ്രുതികളിലൂടെ ആണെങ്കിലും ഗ്രന്ഥരൂപത്തിൽ പിന്നീടായി. ഗ്രന്ഥരൂപത്തിൽ വന്ന അത് സംസ്കൃതമാണ്, മനസ്സിലായില്ലേ. പിന്നെ അതിൽ നിന്ന് അതിനുമായിട്ട് ബന്ധപ്പെട്ട പല പ്രാകൃത ഭാഷകളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇൻഡോ യൂറോപ്യൻ തമിഴിൽ പോലും 35% സംസ്കൃതമാണ്. മലയാളത്തിൽ 85% സംസ്കൃതമാണ്. നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി പറയുമ്പോൾ സാൻസ്ക്രിറ്റിൽ നിന്ന് വന്നു അത് തന്നെയാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ടേ ഉണ്ട്. അതിലൊന്നും നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാനത് കേട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ കമ്പ്യൂട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയുള്ള ഭാഷ സംസ്കൃതമാണെന്ന്. അത് പക്ഷേ പലരും കേൾക്കുമ്പോഴത്തേ അവർക്ക് ഇങ്ങനെ ഒരു ഞെട്ടലുണ്ടാവും. സാർ അതൊന്ന് വിശദീകരിക്കാമോ? അതായത് ശരിക്കും നമ്മുടെ ആദ്യത്തെ മാഹേശ്വര സൂത്രം എന്ന് പറയും. ആ മാഹേശ്വര സൂത്രം എന്ന് പറയുന്നത് നൃത്താവസാനേ നടരാജരാജ നനാദഠക്കം നവപഞ്ചവാരം ഉദ്ധർത്തുകാമ സനകാധിസിദ്ധാൻ ഏതദ്വിമർശേ ശിവസൂത്രജാലം. താണ്ഡവ നർത്തനമാടുന്ന മഹാദേവൻ്റെ ഉടുക്ക് ശബ്ദിച്ചപ്പോൾ ഉടുക്കിൽ നിന്ന് 14 ശബ്ദങ്ങളുണ്ടായി. അയ്യുണ്, ഋലുക്ക്, ഏയോം, അയ്യൗച്ച്, ഹയവരട്ട്, ഞണ്, ഞമങ്ങണനമ്, ജപഞ്ഞ്, ഗടദശ്, ജപഗടദശ്, ഖാഫ ഛാഠ ചടതവ്, കപയ്, ശഷസര്, ഹല്. ഇങ്ങനെ മാഹേശ്വര സൂത്രങ്ങൾ. അതിൽ നിന്നാണ് പിന്നീട് ബാക്കി എല്ലാ ശബ്ദപ്രപഞ്ചങ്ങളും വാക്യപ്രപഞ്ചങ്ങളും നാദപ്രപഞ്ചം എല്ലാം അതിൽ നിന്നാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ഈ മഹാദേവൻ്റെ ഉടുക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നാണ് നമ്മൾ പറയുക. ഈ മാഹേശ്വര സൂത്രത്തെക്കുറിച്ച് വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട് ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റായിട്ടുള്ള അംബാ കുൽക്കർണി. അംബാ കുൽക്കർണി എന്ന് പറയുന്ന ഒരു IIT ഹൈദരാബാദ് IIT ഒരു സയൻറ്റിസ്റ്റാണ്, കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ്. പക്ഷെ അവർ സംസ്കൃതത്തിലെ ഈ ഒരു വ്യാകരണ സൂത്രം പഠിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടിംഗ് ആണ് ഈ സൂത്രങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 10,000കണക്കിന് ശബ്ദങ്ങളുടെ ആ ശബ്ദപ്രപഞ്ചത്തെ മുഴുവനും ഈ രീതിയിൽ ക്രോഡീകരിച്ചിട്ട് ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ ഭാഷയിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് ഈ ശിവസൂത്രജാലം. ഇത്രയും നല്ലൊരു കമ്പ്യൂട്ടിംഗ് ഈ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് ആ വിഷയത്തിൻ്റെ പേര്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്. അതിനെക്കുറിച്ചൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു തിരുപ്പതിയിൽ, ഞാൻ പോയിരുന്നു പണ്ട്. അപ്പോൾ അവർ ഈ അംബാ കുൽക്കർണിയാണ് പങ്കെടുത്തത്. അവർ പിന്നീട് അവർക്ക് ആ പാഷൻ സംസ്കൃതത്തോട് വന്നിട്ട് അവർ പിന്നെ വ്യാകരണം പഠിച്ചു. അവരിന്നിപ്പോൾ ഭാരതത്തിൽ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും നല്ല വ്യാകരണ പണ്ഡിതന്മാരിൽ ഒരാളാണിപ്പോൾ അംബാ കുൽക്കർണി. എന്നാൽ നമ്പർ 1
കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുമാണ്. അവരുടെയും അതുപോലെയുള്ള എത്രയോ പേരുടെ പ്രയത്നത്തിലൂടെയാണ് ഈ ഒരു സിദ്ധാന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് പറ്റിയ ഏറ്റവും നല്ല ലാംഗ്വേജ് സംസ്കൃതം. എന്തുകൊണ്ട് ചോദിക്കും, എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മോസ്റ്റ് സയൻറ്റിഫിക് ലാംഗ്വേജ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ ഏറ്റവും ശാസ്ത്രബദ്ധമായ ഭാഷയാണ്. കാരണം നമ്മൾ CUT കട്ടും PUT പുട്ടും അല്ല. അതെല്ലേ, നമുക്ക് നോ എന്ന് പറയുമ്പോൾ NO നോ, KNOW നോ ഇല്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് പറയുന്നത്, പറയുന്നത് എന്താണോ അതാണ് എഴുതുന്നത്, അതാണ് ഉച്ചരിക്കുന്നത്. നമുക്ക് എഴുത്ത് വേറെയും ഉച്ചാരണം വേറെയും, പല പല ഉച്ചാരണങ്ങളും ഒരേ അക്ഷരം ഇല്ല. കാരണം നമുക്കെന്താ, നമുക്ക് ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്ന സ്ഥാനങ്ങളുണ്ട്. അക്കുഹ വിസർജനീയാനാം കണ്ഠ, ഇശുയശാനാം താലു, ഋതുരഷാണാം മൂർധ, ഋതുലസാനാം ദന്ത, ഉപൂപത്മാനിയാനാം ഓഷ്ടവും. ഇങ്ങനെ ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് പുറപ്പെട്ടാലേ ആ അക്ഷരാവുള്ളൂ. അതിന് ശക്തിയുണ്ട്. അതുകൊണ്ട് ഓരോ അക്ഷരവും നമുക്ക് മന്ത്രമാണ്. അമന്ത്രമക്ഷരം നാസ്തി. അതുകൊണ്ട് നമുക്ക് ഓരോ അക്ഷരവും മന്ത്രമാണ്. അതാണ് പ്രത്യേകത. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇത്രയും വിഷയങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും സാറിൻ്റെ കാരണം സാറിന് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പം തൽക്കാലത്തേക്ക് ഇതൊരു ജസ്റ്റ് ജനറലിൻ്റെ കർട്ടൻ മാത്രം ഒന്ന് മാറ്റുന്ന ഒരു ചടങ്ങാണ് ഇപ്പം നടന്നത്. പ്രവേശിക അല്ലേ സാർ? എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. കാരണം എൻ്റെ അമ്മ സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ ഇംഗ്ലീഷ് ഭാഷയിലേക്കാണ് പോയത്. അപ്പോൾ സംസ്കൃതം പഠിക്കണമെന്ന് വലിയ ആഗ്രഹം അന്ന് ചെറുതിലെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പറ്റിയ ഗുരുക്കന്മാരെ ഒന്നും അന്ന് കിട്ടിയില്ല. പിന്നെ അറിയാമല്ലോ, ജീവിതത്തിൻ്റെ ഒരു ഓട്ടത്തിൻ്റെ ഇടയിലാണെങ്കിലും മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും പറയുന്നില്ല സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞങ്ങളെല്ലാം ഭാഗ്യമാണ്, അത്ര മാത്രം പറയുന്നു. നമുക്ക് തുടരാം. തീർച്ചയായും തുടരണം സാർ. താങ്ക് യു.